Hey everyone, welcome back to my channel. ഇന്ന് നമ്മൾ റാൻസൈനിൽ പോവാണ്. റാൻസൈൻ ഇവിടുത്തെ ഒരു ഗാർഡൻ സെൻറ്ററുമാണ്. നമുക്ക് അവിടെ ഇഷ്ടം പോലെ പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ പോട്ട്സും കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡൻ ഒന്ന് കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വരാം. എന്നിട്ട് നമ്മുടെ ഗാർഡനും നമ്മുടെ വീടിൻ്റെ ഔട്ട്സൈഡും ഒരു കുറച്ച് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ നല്ല പൂക്കൾ പ്ലാന്റ് ചെയ്ത് റെഡിയാക്കും. സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സാറ്റർഡേ സൺഡേ ഇപ്പം മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ ഗാർഡൻ വർക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് വർക്ക് കുറച്ചൊക്കെ ബെറ്റർമെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പണി ഇതാണ്. സോ നമുക്ക് പോയിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. മേ ബി നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അപ്പം പോകാം. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് കാണാം. ഇതും ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ലാസ്റ്റ് സാറ്റർഡേ നമ്മൾ ഇതായിരുന്നു പണി. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡച്ച് ആൾക്കാർക്ക് എല്ലാ പണിയും അറിയാം. അവർ തന്നെ അവരുടെ വീട്ടിലെ മോസ്റ്റ്ലി എല്ലാ പണികളും അവർ തന്നെയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഫ്ലോറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മളും ഇങ്ങനെ കുറച്ച് ചെയ്ത് പഠിച്ചു തുടങ്ങാമെന്ന്. സോ അങ്ങനെ കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ സ്റ്റോറേജിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയായിരുന്നു. അങ്ങനെ ഈ സാറ്റർഡേ നമുക്ക് ഇതാണ് പണി. നെക്സ്റ്റ് സാറ്റർഡേ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, റാൻസൈൻ. ഇഷ്ടംപോലെ പ്ലാന്റ്സും നമ്മുടെ പെറ്റ്സിന് ആവശ്യമുള്ള സർവീസും അതിൻ്റെ തിങ്സും എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. ഫെബ്രുവരി ആയപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി സൺലൈറ്റൊക്കെ കിട്ടാൻ തുടങ്ങി, എന്നാലും തണുപ്പുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പം നമ്മുടെ വിൻ്ററിൽ നിന്ന് സ്പ്രിങ്ങിലേക്ക് ഒരു ട്രാൻസിഷൻ പീരിയഡ് ഓൾമോസ്റ്റ് തുടങ്ങിയെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇവിടെ നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള സീഡ്സ്, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എന്നാ എടുത്ത് ഔട്ട്ഡോർ വെക്കാനുള്ള പല പ്ലാന്റ്സും നമുക്കിവിടെ കിട്ടും. പോട്ട്സും അതിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റീവ് പോട്ട്സും അല്ലെങ്കിൽ സിമ്പിൾ പോട്ട്സും എല്ലാം നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാം. ഇത് നമ്മുടെ ബേർഡ്സിനുള്ള സ്ഥലമാണ്. ബേർഡ് ഹൗസും ബേർഡ്സിനുള്ള ഫുഡും ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇത് നമ്മുടെ പെറ്റ് ബേർഡ്സിനല്ല കേട്ടോ, നമ്മൾ പുറത്തുള്ള ബേർഡ്സിന് വേണ്ടിയാണ് ഈ ഫുഡൊക്കെ. നമ്മുടെ ഗാർഡനിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് ആവശ്യമുണ്ടായിരുന്നു, അതെടുക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പല ടൈപ്പ് മണ്ണുകളുണ്ട്, പല ടൈപ്പ് ചെടികൾക്കുള്ള പല ടൈപ്പ് മണ്ണുകളും ഫെർട്ടിലൈസറും എല്ലാം അവൈലബിൾ ആണ്. ഇതൊക്കെ എഴുതിയിരിക്കുന്ന ഡച്ചിലാണ്. അപ്പം നമ്മൾ ശരിക്കും ഇത് നോക്കിയെടുക്കണം, നമുക്ക് ആവശ്യമുള്ള മണ്ണ് തന്നെയാണോ നമ്മൾ എടുക്കുന്നത് നോക്കണം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഫോർട്ട് ക്രോന്താണ്. ആദ്യം നമ്മൾ ഫെർട്ടിലൈസറാണ് എടുത്ത്, പിന്നെ അത് മാറ്റി നമ്മൾ കറക്റ്റായിട്ടുള്ള മണ്ണെടുത്ത്. ഇത് ഞാൻ എറിക്കിനോട് പറഞ്ഞത് ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാൻ. എൻ്റെ തല കറങ്ങിപ്പോയി ഈ വീഡിയോ കണ്ടപ്പം. കുറച്ച് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു വലിയ ഏരിയ. ഉള്ളിലോട്ട് നമുക്കൊരു കാഫേയും ഉണ്ട്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു ഇൻഡോർ പ്ലാന്റ് ഞാൻ എടുത്തേക്കുന്നതാണ്. പ്ലാന്റ്സിൻ്റെ ഒത്തിരി ക്രേസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ്സ് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മുടെ ബേർഡ് ഹൗസിലും ബേർഡിൻ്റെ പല ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഗാർഡനിൽ. അതിലേക്ക് ഫുഡ് നിറച്ച് കൊടുക്കുവാണ് ആദ്യമേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബേർഡ്സ് വന്ന് ഫുഡ് തിന്ന് കാണുന്ന നല്ല രസമാണ്. നമ്മുടെ ബേർഡ് ഹൗസിൻ്റെ റൂഫ് ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു, അതിപ്പം ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ കുറച്ച് വർഷമായി ഇത് മേടിച്ചിട്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഇത് റീപെയിൻ്റ് ഒക്കെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും.
ബൈ ദ വേ ഞാൻ ഈ സാധനം ഇപ്പോൾ യൂസ് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകൾ ഇതിനകത്ത് കാണും. ഇവിടെ നമ്മളെല്ലാം തന്നെ പഠിച്ചിരിക്കണമല്ലോ. ഈ ഗാർഡൻ്റെ ടൈൽസ് കണ്ടോ, കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ളത്. അത് വിൻ്ററും റെയിനും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ആകുന്നതാണ് ആ ടൈമിൽ. അതിന് വേണ്ടി ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ അതെല്ലാം ക്ലിയർ ആയിക്കോളും. അതിന് കുറച്ച് നമുക്ക് സണ്ണി വെതറും റെയിൻ ഇല്ലാത്ത 2 ഡേയ്സെങ്കിലും വേണം. ഇപ്പോൾ സണ്ണൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണ് ഇത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവും കിട്ടി. വിൻ്റർ ടൈമിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെയാണ്, വിൻഡി, റെയിനി, ക്ലൗഡി, പിന്നെ ഒരു ഗ്രേയിഷ് ടോണിലായിരിക്കും എല്ലായിടത്തും. ഈ വെതർ കാരണം കുറേ ആൾക്കാർ ഒരു ഡിപ്രസീവ് മൂഡ് അല്ലെങ്കിൽ ബാഡ് മൂഡിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ എനിക്ക് ഈ വെതർ ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇൻ ദി എൻഡ് ഒരു സേയിങ് അല്ലേ, ദർ ഇസ് നത്തിങ് സച്ച് ആസ് എ ഗുഡ് വെതർ ഓർ ബാഡ് വെതർ, ഇറ്റ്സ് ജസ്റ്റ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിലുള്ള കുറച്ച് ഏരിയ. ഇവിടെയാണ് കുറച്ച് പൂക്കളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. അതിനി വിരിഞ്ഞ് വരണം ശരിക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലുള്ള ഏരിയ. ഇവിടെ മണ്ണൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ കാണുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീക്ക് ക്ലിയർ ആക്കുന്നതായിരിക്കും. ആ ലിക്വിഡ് ഒഴിച്ച് ഇതെല്ലാം ക്ലിയർ ആക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.